ഹായ് ഓൾ. അപ്പോൾ നമുക്ക് 20th ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. ആ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഫംഗ്ഷണൽ ഇക്വേഷൻ എന്ന ടോപ്പിക്കില്ലേ, ആ ടോപ്പിക്കിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. അവിടെ നമ്മൾ പഠിച്ചാണ് ഒരുപാട് ടൈപ്പ് ഫംഗ്ഷണൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഒരു ടൈപ്പാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് 1/x ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x ആണെങ്കിലേ ആ ഫംഗ്ഷൻ എന്താണ്? ഇതാ ഇങ്ങനെയല്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ± x⁻n അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എഫ് ഓഫ് എക്സ് 1 + x⁻n. ഓക്കെ, 1 ± x⁻n. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ആണ് അല്ലെ. ഡിഗ്രി 2 ആണെങ്കിൽ n എന്തായിരിക്കും? 2 ആവില്ലേ. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 1 ± x² ആയിരിക്കും അല്ലെ. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ റേഞ്ച് എന്താണ്? -∞ 1 അല്ലേ. അടാ 1 + x² റേഞ്ച് x² റേഞ്ച് 0 to 1 ആ. 1 + x² റേഞ്ച് 1 to ∞ ആണ് അല്ലെ. അപ്പൊ 1 + x² അല്ല അവിടെ ഫംഗ്ഷൻ. കാരണം എന്താ? ഇതിന്റെ റേഞ്ച് -∞ 1 അല്ലേ. അപ്പൊ -∞ 1 ആണെങ്കിലേ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാ? 1 + x² അല്ല, പകരം എന്താ? 1 - x². കാരണം 1 - x² റേഞ്ച് -x² റേഞ്ച് -∞ 0 ആണ്. 1 - x² -∞ 1 ആണ് അല്ലെ. അപ്പൊ റേഞ്ച് -∞ 1 ആണെങ്കിൽ ഇതാരായിരിക്കും ഫംഗ്ഷന്? 1 - x² ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാ? 1 - x² ആണ് നമ്മുടെ ഫംഗ്ഷൻ. അത് കിട്ടി അല്ലെ. സോ ഫംഗ്ഷൻ 1 - x² ആണ്. അത് ഓക്കെ. ഇനി എന്ത് ചെയ്യണ്ട്? നെക്സ്റ്റ് വൺ ഇത് കിട്ടി. 1 - x² ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെ. ഇനി എന്താ പറയുന്നത്? എഫ് ഓഫ് കെ ആരാ? -2k ആണ്. ദെൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് കെ ആണ് അല്ലെ. ഇവിടെ എഫ് ഓഫ് കെ എക്സിന് കെ കൊടുത്ത പോലെ എഫ് ഓഫ് കെ എന്താ? എക്സിന് കെ കൊടുത്ത 1 - k² അല്ലേ. ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? -2k അല്ലേ. 1 - k² എന്താ? -2k. അങ്ങനെ ഇത് ഇങ്ങോട്ട് എന്തായി? k² - 2k - 1 0 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ടേ ആൽഫയും ബീറ്റയാന്ന് വിചാരിക്കും. നമുക്ക് എന്താ? നമുക്ക് വേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് കെ അല്ലേ. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് റൂട്ട്സ് അല്ലേ വേണ്ടത്. അപ്പൊ ആരെ വേണ്ടത്? എനിക്ക് α² + β² അല്ലേ വേണ്ടത്. അവിടെ ആൽഫയും ബീറ്റയാണ് ഇതിന്റെ റൂട്ട് കെന്റെ വാല്യൂസ് അല്ലേ. അപ്പൊ ആൽഫയും ബീറ്റയും കെന്റെ വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് കേക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആൽഫയും ബീറ്റയല്ലേ കേക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. അതിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ α² + β² അല്ലേ. അത് കാണുന്ന ഇക്വേഷൻ എന്താ? α + β² - 2α β. അവിടെ ഇവിടെ α + β -b/a അല്ലേ. സോ -2/2 1 എന്നാണ് 2 ആണ് അല്ലെ. α × β c/a അല്ലേ. ഇവിടെ c -1 അല്ലേ. എന്താ വരാ? α + β² 2² അല്ലേ. 4 -2 × α β -1 അല്ലേ. സോ 4 + 2 ആൻസർ എന്താ? 6. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എഗൈൻ നല്ല ക്വസ്റ്റൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് 1/x ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x ആയാൽ ഫംഗ്ഷൻ ആരാ? 1 ± x⁻n ആണ് അല്ലെ. ഇവിടെ n എന്തുകൊണ്ട് 2 ആയി? ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാ. അപ്പൊ എന്താ? 1 ± x² ആണ്. എന്തുകൊണ്ട് ഞാൻ 1 + x² ഒഴിവാക്കി? ഇവിടെ റേഞ്ച് എന്താണ്? -∞ 1 ആണ്. അങ്ങനെ ഫംഗ്ഷൻ എന്താവണം? 1 - x² ആവണം. ഇതാണ് കൃത്യമായിട്ട് അറിയേണ്ട ഐഡിയ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.